നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയത്തിലെ ചാണക്യനും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്നു കെ കരുണാകരൻ എന്ന് രമേശ് പിഷാരടി MLA. കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ചയിൽ നിന്നും തിരിച്ചുവരവ് നടത്തിയത് കരുണാകരന്റെ ഇച്ഛാശക്തിയാണെന്നും MLA. കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും പകരം വയ്ക്കാനില്ലാത്ത നേതാവായിരുന്നു കരുണാകരൻ എന്നും രമേശ് പിഷാരടി. പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ 108ാം ജന്മദിനാചരണ പരിപാടികൾ. ചുരുങ്ങിയ വേതനത്തിന് ജോലി ചെയ്യുന്ന സെക്യൂരിറ്റിക്കാരുടെ ജോലി പോലും ഇല്ലാതാവുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളതെന്ന് കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ. ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കരുതെന്നും ഫെഡറേഷൻ. രാജ്യത്ത് സനാതന മൂല്യം വളർത്തിയെടുക്കാനായി കുടുംബ ശാക്തീകരണം ആവശ്യമാണെന്ന് സനാതന സേവാ സൊസൈറ്റി ജനറൽ ബോഡി യോഗം. കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഏറെ ചെയ്യാനാവുമെന്നും അവർക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനം. മണ്ണൂരിൽ വിവിധ പാർട്ടികളിൽ നിന്ന് വിട്ട് DYFIയിലേക്ക് വന്ന 10ഓളം പേർക്ക് സ്വീകരണം നൽകി. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നതാണ് വിദ്യാഭ്യാസമെന്നും വിദ്യാർത്ഥികൾ അനുദിനം സ്വയം പരിഷ്കരിക്കപ്പെടേണ്ടവരാണെന്നും രമേശ് പിഷാരടി MLA. UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപതയുടെ ആഹ്വാനപ്രകാരം കിള്ളിമംഗലം ഇടവകയിൽ പ്രതിഷേധ ദിനം. ക്യാൻസർ രോഗികൾക്ക് സാന്ത്വനമേകി കോട്ടായിൽ അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ കേശദാന ചടങ്ങ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയത്തിലെ ചാണക്യനും ദീർഘവീക്ഷണവുമുള്ള ഭരണാധികാരിയായിരുന്നു കെ കരുണാകരൻ എന്ന് പാലക്കാട് MLA രമേശ് പിഷാരടി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ചയിൽ നിന്ന് തിരിച്ചുവരവ് നടത്തിയത് കെ കരുണാകരന്റെ ഇച്ഛാശക്തിയാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും പകരം വയ്ക്കാനില്ലാത്ത നേതാവായിരുന്നു കരുണാകരനെന്നും രമേശ് പിഷാരടി കൂട്ടിച്ചേർത്തു. പാലക്കാട് DCC സംഘടിപ്പിച്ച കെ കരുണാകരൻ 108ാം ജന്മദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1967 കോൺഗ്രസിനെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ ഒറ്റയാൾ പോരാട്ടം നടത്തിയതോടെ കെ കരുണാകരൻ ലീഡർ കരുണാകരനായി. കൊച്ചി പ്രജാമണ്ഡലത്തിൽ ചേർന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച കരുണാകരനെ രാഷ്ട്രീയ എതിരാളികളും വേട്ടയാടി. ഗുരുവായൂർ റെയിൽവേ, കാലടി സംസ്കൃത സർവകലാശാല, കൊച്ചി വിമാനത്താവളം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തുടങ്ങിയ വികസന മുഖങ്ങൾ കെ കരുണാകരൻ്റെ സംഭാവനയാണ്. കെ കരുണാകരൻ്റെ മനസ്സും കരുത്തും കോൺഗ്രസ്സായിരുന്നെങ്കിൽ ഓരോ കോൺഗ്രസ്സുകാരനും കരുണാകരൻ കരുത്തും ഊർജ്ജവുമാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. അതിനുവേണ്ടി ഇത്രയധികം ആളുകൾ ഒത്തുകൂടുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടിയൊക്കെ ചെയ്ത നിസ്തുലമായ സേവനങ്ങൾ കണക്കാക്കി കൂടിയാണ്. അതിനെ പകരം വയ്ക്കാൻ ഒരാളില്ലാത്ത രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാനൊക്കെ ഒരു രാഷ്ട്രീയ ബോധ്യങ്ങളിലോട്ടൊക്കെ എത്തി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളത് ഞാനൊക്കെ ഒരുപാട് മിമിക്രി വേദികളിലും TV പരിപാടികളിലും അദ്ദേഹത്തെ അനുകരിച്ചു കൊണ്ടാണ്. സ്റ്റേജിൽ അനുകരിക്കുക, യുവനോത്സവങ്ങളിൽ അനുകരിക്കുക, ഇതുമായിട്ടുകൊണ്ട് TV പരിപാടിയിൽ പിന്നെ പലതവണ അദ്ദേഹമായി അഭിനയിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. വിജയൻ പൂക്കാടൻ, V രാമചന്ദ്രൻ, CV സതീഷ്, PH മുസ്തഫ, SM താഹ, സേവിയർ, EH മുബാറക് എന്നിവർ സംസാരിച്ചു. കെ കരുണാകരന്റെ ഛായാചിത്രത്തിനു മുൻപിൽ നേതാക്കൾ ഭദ്രദീപം തെളിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചുരുങ്ങിയ വേതനത്തിന് ജോലി ചെയ്യുന്ന സെക്യൂരിറ്റിക്കാരുടെ ജോലി പോലും ഇല്ലാതാവുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളതെന്ന് കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ. ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കരുതെന്നും ഫെഡറേഷൻ അഭിപ്രായപ്പെട്ടു. പാലക്കാട്ട് നടന്ന ഫെഡറേഷൻ ജില്ലാ സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം സായ് ബാബു ഉദ്ഘാടനം ചെയ്തു. This is the situation. Even government, not only this aspect, in other aspects also. Government utilizing the CBI, government utilizing the Election Commission of India, government utilizing the ED to save their people, to attack opposition people. That is situation. The minorities are living in an alarming position in our country. That the government strategy, RSS ideology, the BJP Lakshya, what is their target? The people should divide on the basis of religion, caste, community. That is their RSS plan. So because of that CITU, our plan, our strategy to unite the working class. ലേബർ കോഡിന്റെ ദുരന്തവശങ്ങൾ കേരളത്തിലേക്കും എത്തിയതിന്റെ സൂചനയാണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്ന് 800 പേരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത്. ജോലിഭാരം അടിച്ചേൽപ്പിക്കുകയും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ലേബർ കോഡ് ഏറ്റവും അധികം ബാധിക്കുന്നത്
അസംഘടിത മേഖലകളെയാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്ന് UDF സർക്കാരും തെളിയിക്കുകയാണ്. തൊഴിലില്ലായ്മ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുമെന്നും സായ് ബാബു പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KT ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M. ഹംസ, GP വൃന്ദാറാണി, TK അച്യുതൻ, SP രാജു, മടവൂർ അനിൽ, തിരുവത്ത് നാരായണൻ, K. ജയപ്രകാശ്, ജില്ലാ ഭാരവാഹികളായ V. ഹരിദാസ്, RV ഇക്ബാൽ, PK പ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാജ്യത്ത് സനാതന മൂല്യം വളർത്തിയെടുക്കാനായി കുടുംബ ശാക്തീകരണം ആവശ്യമാണെന്ന് സനാതന സേവാ സൊസൈറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം അഭിപ്രായപ്പെട്ടു. കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഏറെ ചെയ്യാനാവുമെന്നും അവർക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും SSS ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. രാജ്യം നേരിടുന്ന മൂല്യച്യുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക സനാതന ധർമ്മ പ്രവൃത്തിയിലൂടെ മാത്രമാണ്. പരസ്പര സഹായ മനോഭാവം യുവതയിൽ വളർത്തിക്കൊണ്ട് വരേണ്ടതിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുകയാണെന്നും ജനറൽ ബോഡി യോഗം അഭിപ്രായപ്പെട്ടു. ഈ അടുത്ത വർഷം മുതൽ നാം എല്ലാം എന്തെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള വലിയൊരു ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, 2022 മുതൽ തുടങ്ങിയ ഈ സനാതന സേവാ സൊസൈറ്റി നിരവധി പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു വരികയുണ്ട്. വിചാരിച്ച രീതിയിൽ നമുക്ക് മുന്നേറാൻ സാധിച്ചില്ലെങ്കിലും നിരവധി പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ സനാതനം? സനാതനം എന്ന് വെച്ചാൽ ശാശ്വതമായ സത്യത്തിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പ്രസിഡന്റ് ബാലകൃഷ്ണൻ, അഖിലേന്ത്യാ ഭാരവാഹികളായ R. ഋഷിരാജ് സിംഗ്, P. ഹരികുമാർ, VK ചതുർവേദി, വൈസ് പ്രസിഡന്റ് പ്രമീള ശശിധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂരിൽ വിവിധ പാർട്ടികളിൽ നിന്നും വിട്ട് ഡിവൈഎഫ്ഐയിലേക്ക് വന്ന 10ഓളം പേർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണയോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുൾ മുത്തലീഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ ഫ്ലെക്സ് ബോർഡ് വെക്കുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുന്ന ചെറുപ്പക്കാരും മനുഷ്യരുമാണ് നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷമുള്ളത്. ഫുട്ബോളിന്റെ മാനവികത നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഫുട്ബോളിന്റെ മാതൃകത കേരളത്തെ പോലെ ഫുട്ബോൾ ആരാധകരുള്ള ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു നാട് വേറെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ലോക്കൽ സെക്രട്ടറി OV സ്വാമതൻ ഷാളിട്ട് അംഗങ്ങളെ സ്വീകരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ രാജേഷ്, അർജുനൻ, മുസ്തഫ, രേഷ്മ, റിയാസ്, സിയാൻ, പൃഥ്വിരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ണൂർ മേഖലാ സെക്രട്ടറി അജിത് രാജ് സ്വാഗതവും റിയാസ് നന്ദിയും പറഞ്ഞു. പുതുതായി കടന്നു വന്നവരെ സ്വീകരിക്കാൻ 200-ലേറെ പ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു. മധുര വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നതാണ് വിദ്യാഭ്യാസമെന്നും വിദ്യാർത്ഥികൾ അനുദിനം സ്വയം പരിഷ്കരിക്കപ്പെടേണ്ടവരാണെന്നും രമേശ് പിഷാരടി MLA പറഞ്ഞു. SNDP യൂത്ത് മൂവ്മെന്റിന്റെ വിദ്യാഭ്യാസ പുരസ്കാരദാനവും അനുമോദനവും പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസത്തിന് ഇണങ്ങുന്ന ജോലിക്കുമായി അന്യസംസ്ഥാനങ്ങളെയോ ഫോറിൻ രാജ്യങ്ങളെയോ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷമാണ്. എന്തും ആരംഭിക്കാനും വിജയത്തിലെത്തിക്കുവാനും അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ എങ്ങനെ കേരളം പുറകോട്ട് പോയി എന്ന് ചിന്തിക്കണം. മാറി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവർക്ക് മാറ്റം കൊണ്ടുവരാനാകൂ. കേരളത്തിൻ്റെ മനുഷ്യശേഷിയെയും വിജ്ഞാനശേഷിയെയും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മാറ്റം ഉണ്ടാവേണ്ടതുണ്ടെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഈ മത്സരവും പരീക്ഷയും അത് നൽകുന്ന പ്രഷറുമെല്ലാം വർത്തമാനകാലത്ത് കുറച്ച് കൂടുതലാണ്. അതിലൊരു പ്രധാന കാരണം ഈ സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത് ആളുകൾ വളരെ കൂടുതലായി ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം സോഷ്യലി വാലിഡേറ്റ് ആവുക എന്ന് പറയുന്നതിന് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ അവെയറാണ് കൂടുതൽ ആളുകൾ. സന്തോഷം ഉൾപ്പെടുന്ന കാര്യങ്ങൾ എണ്ണി തുടങ്ങുന്ന ഒരു കാലത്തിലേക്ക് എത്തി. ഡിജിറ്റൽ യുഗം എന്ന് നമ്മൾ പറയുമെങ്കിലും ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. എണ്ണം എല്ലാ സ്ഥലത്തും ഇല്ല. ഒരു ഉദാഹരണത്തിന് സിനിമ എടുത്താൽ ഒരു സിനിമയുടെ കലയും കലാമൂല്യവും അഭിനയവും അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് എത്രയോ മുമ്പേ അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്ന കണക്കിലേക്കാണ് അതിൻ്റെ വിജയത്തിൻ്റെ അളവ് എത്താൻ എപ്പോഴും നോക്കുന്നത്. എത്ര ദിവസം ഓടി എത്ര കോടി കളക്ട് ചെയ്തു, അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ കലാപരമായ കാര്യങ്ങളായിരിക്കും. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് P. രാജീവ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ P. സ്മിതേഷ് മുഖ്യാതിഥിയായി. SNDP യൂണിയൻ പ്രസിഡന്റ് KR ഗോപിനാഥ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. S. സജീവ്, B. വിശ്വനാഥൻ, പ്രേമകുമാരി ശിവദാസ്, പത്മാവതി പ്രഭാകരൻ, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. എക്സൈസ് കമ്മീഷണർ PK സതീഷ് വ്യക്തിത്വ വികസന ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപതയുടെ ആഹ്വാനപ്രകാരം കിള്ളിമംഗലം ഇടവകയിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. പ്രതിഷേധ സദസ്സ് വികാരി ഫാദർ ഷിൻഡോ മറാക്കി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെ ജൂബിലി അമല ആശുപത്രികൾ തകർക്കാനുള്ള ശ്രമങ്ങൾക്കുമെതിരെയായിരുന്നു പ്രതിഷേധം. ജൂബിലി അമല ആശുപത്രിയിലെ നഴ്സ് സമരത്തിന്റെ മറവിൽ ജനകീയ ആശുപത്രികൾ അടച്ചുപൂട്ടാനും അതുവഴി ആരോഗ്യമേഖലയിൽ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ചുവപ്പ് പരവതാനി വിരിക്കാനും ചിലർ ശ്രമിക്കുകയാണെന്ന് വികാരി ഫാദർ ഷിൻഡോ മറോക്കി അഭിപ്രായപ്പെട്ടു. കിള്ളിമംഗലം ഇടവകയിൽ നടന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവൻ വാങ്ങിച്ചു, അതായത് കുറച്ച് ഷെയറൊക്കെ ആയിട്ട് അവൻ വാങ്ങിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതിലേക്ക്, അതായത് ജൂബിലി അമലയിൽ 100 രൂപയാണ് ഇപ്പോഴും OP ടിക്കറ്റിന് പൈസ. ബാക്കിയുള്ള എലൈറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സെൻട്രൽ ഹോസ്പിറ്റലിലൊക്കെ 300-350 അവിടെ പൈസ. അപ്പോൾ അവിടെ ജൂബിലിയെ നേഴ്സുമാർക്ക് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പൈസ കിട്ടായിട്ടില്ല വരും. അതുവഴിയായിട്ട് ആൾക്കാർ ജൂബിലി മൂലയിൽ മാത്രം പോകാതെ ബാക്കിയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റ് അവൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ്. അതാണ് കിട്ടുന്ന ചിന്ത എന്ന് പറഞ്ഞ ഒരു കാര്യം. കൈക്കാരന്മാരായ സുനിൽ മറ്റപ്പള്ളി, അജിത് പുന്നപ്പുഴ, അനൂപ് പുന്നപ്പുഴ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ക്യാൻസർ രോഗികൾക്ക് സാന്ത്വനമേകി കോട്ടായിൽ അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ കേശദാന ചടങ്ങ് സംഘടിപ്പിച്ചു. 5ഓളം പേർ തങ്ങളുടെ മുടി ദാനം ചെയ്ത് മാതൃകയായി. വായനശാലയിൽ സംഘടിപ്പിച്ച കേശദാന ചടങ്ങ് സമൂഹത്തിന് വലിയൊരു മാതൃക പകർന്നു നൽകി. 5ഓളം പേർ തങ്ങളുടെ മുടി ദാനം ചെയ്തു. KA അലൂഷ്യ, TS അനന്യ, M സുന്ദരി, ഫസീല അഫ്സർ, കൃഷ്ണകുമാരി എന്നിവരാണ് രോഗബാധിതർക്ക് സ്വാതന്ത്ര്യമേകാൻ തങ്ങളുടെ മുടി നൽകിയത്. വായനശാല പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം A സെറീന സ്വാഗതം ആശംസിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ MK വേലായുധൻ, K പത്മാവതി ടീച്ചർ, സുജി വിജയ്, PK ആതിര, അർച്ചന ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശേഖരിച്ച മുടി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ മുഹമ്മദ് റാസിഖ് പാലക്കാട് ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി. വായനശാല ലൈബ്രറിയൻ V ചിത്ര ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കാർഷിക രംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണവും പ്രതിരോധവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ച സെമിനാർ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് KD പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. മുതലാളിത്തം ശക്തിപ്പെട്ടതോടുകൂടി ഭൂവുടമ ബന്ധങ്ങളിലെല്ലാം ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ് മാറ്റമുണ്ടായത്. അതിൻ്റെ ഭാഗമായി പഴയ രൂപത്തിലുള്ള ആധിപത്യം കൃഷിഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മുതലാളിക്കും കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാവുകയും അവർ മറുവഴിയിലൂടെ അവരുടെ കോർപ്പറേറ്റ് വൽക്കരണം കാർഷിക മേഖലയിൽ നടപ്പാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാം. അത് ഇന്ത്യ രാജ്യത്ത് മാത്രമാണ് ഈ കോർപ്പറേറ്റ് വൽക്കരണം. ഏരിയ വൈസ് പ്രസിഡന്റ് MV വാമനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ശോഭന രാജേന്ദ്ര പ്രസാദ്, CPIM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, കർഷക സംഘം ഏരിയ സെക്രട്ടറി KP സുധീർ, നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല, സംഘാടക സമിതി ചെയർമാൻ M സുരേന്ദ്രൻ, കൺവീനർ T മുരളി, TR ശശി, C അബ്ദുൽ ഖാദർ, ND ദിൻഷാദ്, P രാമൻകുട്ടി, P പ്രസാദ് എന്നിവർ സംസാരിച്ചു. 19 രാവിലെ 10 കുളപ്പള്ളി KMIC ഓഡിറ്റോറിയമായ P ബാബു നഗറിലാണ് ഏരിയ സമ്മേളനം നടക്കുക. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാമിലി അപ്പോസ്റ്റോലേറ്റ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സിൽ സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് നേടിയ മങ്കരക്കല്ലൂർ സ്വദേശി രേഷ്മയെ ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഫലവൃക്ഷത്തെയും പൊന്നാടയും നൽകിയാണ് ആദരിച്ചത്. ബേസിക് കൗൺസിലിംഗ് കോഴ്സ് കഴിഞ്ഞൊരു ദേവേട്ടൻ്റെയും ചേച്ചിയുടെയും ഒപ്പം തന്നെ ഞങ്ങളെല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ഈ ബേസിക് കോഴ്സ് മാത്രമല്ല, ഈ കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും ഉന്നതമായ നിലയിലെത്തി ഇവിടെ ഒരു ബോർഡ് വെച്ച് ഈ വീട്ടിൽ തന്നെ ഒരു പ്രാക്ടീസ് തുടങ്ങി കാണാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ലീല ബാലകൃഷ്ണൻ ഉപഹാരം കൈമാറി. MK സുരേഷ്, ഷംസുദ്ദീൻ മാങ്കുറിശി, KK റഹ്മാൻ, PM അപ്പുകുട്ടൻ, AV രവി, റസാഖ് പത്തിരിപ്പാല, വിജയൻ കല്ലൂർ, മജീദ് മംഗല എന്നിവർ പങ്കെടുത്തു. രേഷ്മ നന്ദി പറഞ്ഞു. ഒരുപാട് നന്ദി പറയുന്നു എല്ലാവർക്കും. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എന്താ പറയുക, മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൗൺസിലിംഗ് എന്നുള്ളൊരു മേഖലയുടെ ഒരു ആവശ്യകത ഭയങ്കര അധികമാണ്. എല്ലാവർക്കും ഇപ്പോൾ ആത്മഹത്യ പ്രവണത ഉള്ള ആളുകൾക്കും ഫാമിലിയിലാണെങ്കിലും എല്ലാവരും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൗൺസിലിങ്ങിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് ഞാൻ ചുവട് വെച്ചത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ്
മീൻസ് ഞങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ഐറ ഗ്രൂപ്പും വന്നതിൽ ഒരുപാട് സന്തോഷം. കല്ലൂർ അരങ്ങാട്ട് പരിസ്ഥിതി പ്രവർത്തകൻ AV രവിയുടെയും ഗിരിജയുടെ മകളാണ് രേഷ്മ. നിലവിൽ പാലക്കാട് IT കമ്പനിയിൽ HR ആയി ജോലി ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുരോഗമന കലാസാഹിത്യ സംഘം ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റായിരുന്ന U ബാലചന്ദ്രനെ പുരോഗമന കലാസാഹിത്യ സംഘം ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി അനുസ്മരിച്ചു. ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മേഖലാ വൈസ് പ്രസിഡന്റ് നന്ദിനി മോഹൻ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്കിനി മരണത്തിലേക്ക് എത്ര ദൂരമുണ്ട് എന്നാരും ആ ചോദ്യത്തിന് അർത്ഥം കൽപ്പിക്കാറില്ല. പക്ഷെ വയസ്സിനപ്പുറം കവിഞ്ഞ് സഞ്ചരിക്കാൻ കഴിവുള്ള, പലപ്പോഴും ആരെ തേടിപ്പിടിക്കണം എന്നുറപ്പില്ലാത്ത വിധം സഞ്ചരിക്കുന്ന ആ അത്ഭുത പ്രതിഭാസത്തിൻ്റെ പിന്നിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ മരണത്തിൻ്റെ മുന്നിലാണ് ഇപ്പോഴെല്ലാം നാം വിറങ്ങലിച്ച് കൂടിയിരിക്കുന്നത് എന്നോർക്കുക. അത്ര വേഗത്തിൽ പോകേണ്ടുന്ന ഒരാളായിരുന്നില്ല. ഈ ഭൂമിയിൽ അവരിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു ദർശനത്തിലേക്ക്, അന്യഥാ വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ബാലൻ കടന്നു വരുന്നത് എന്നെല്ലാവർക്കും അറിയാം. സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു, സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ, സംസ്ഥാന സംഘടനാ സെക്രട്ടറി MK മനോഹരൻ, CPIM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, സംഘം ജില്ലാ സെക്രട്ടറി R ശാന്തകുമാരൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ പ്രൊഫസർ CP ചിത്ര, E രാമചന്ദ്രൻ, മേഖലാ സെക്രട്ടറി DB രഘുനാഥ്, രതീഷ് കണ്ണമ്പ്ര, AK ചന്ദ്രൻകുട്ടി, രാജീവ് പിള്ളത്ത്, ജയകൃഷ്ണൻ വല്ലപ്പുഴ, KM സതീശൻ എന്നിവർ സംസാരിച്ചു. U ബാലചന്ദ്രൻ പാടി അവതരിപ്പിച്ച പാട്ടുകൾ ശോഭന കടമ്പൂർ, KM വാസുദേവൻ എന്നിവർ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി ഓടന്നൂർ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആ നിമിഷം നമുക്ക് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ശക്തി നമ്മുടെ വിദ്യാഭ്യാസമാണ്. അടുത്തെന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ നമ്മുടെ പൂർവികരോ നമ്മളോ കോടിക്കണക്കിന് സ്വത്ത് നേടിയാലും ഒരു യുദ്ധത്തിനോ ഒരു പ്രകൃതിക്ഷോഭത്തിനോ ഒരു നിമിഷം കൊണ്ട് അത് നശിപ്പിക്കാൻ പറ്റും. ഓടന്നൂർ മസ്ജിദ് മഹല്ല് പ്രസിഡന്റ് PV സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. മഹല്ലു ഗാസി ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. പാലക്കാട് മോയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രഹന ടീച്ചർ മോട്ടിവേഷൻ ക്ലാസ് നടത്തി. കോട്ടായി കീഴത്തൂർ ഹിദായത്തുൽ ഇസ്ലാം സംഘം മഹല്ലു കമ്മിറ്റി പ്രസിഡന്റ് KKM യൂസഫ് ഹാജി, ജനറൽ സെക്രട്ടറി KA ഇബ്രാഹിം മാസ്റ്റർ, വലിയപറമ്പ് ബദരിയ മസ്ജിദ് പ്രസിഡന്റ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ, ആസാദ്, കീർത്തന എന്നിവർ സംസാരിച്ചു. ഓടന്നൂർ മസ്ജിദ് ജനറൽ സെക്രട്ടറി VI ഫാറൂഖ് സ്വാഗതവും റഹീമ ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയത്തിലെ ചാണക്യനും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്നു K കരുണാകരൻ എന്ന് രമേശ് പിഷാരടി MLA. കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ചയിൽ നിന്നും തിരിച്ചുവരവ് നടത്തിയത് കരുണാകരന്റെ ഇച്ഛാശക്തിയാണെന്നും MLA. കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും പകരം വയ്ക്കാനില്ലാത്ത നേതാവായിരുന്നു കരുണാകരൻ എന്നും രമേശ് പിഷാരടി. പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ K കരുണാകരൻ 108ാം ജന്മദിനാചരണ പരിപാടികൾ. ചുരുങ്ങിയ വേതനത്തിന് ജോലി ചെയ്യുന്ന സെക്യൂരിറ്റിക്കാരുടെ ജോലി പോലും ഇല്ലാതാവുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളതെന്ന് കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ. ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കരുതെന്നും ഫെഡറേഷൻ. രാജ്യത്ത് സനാതന മൂല്യം വളർത്തിയെടുക്കാനായി കുടുംബ ശാക്തീകരണം ആവശ്യമാണെന്ന് സനാതന സേവാ സൊസൈറ്റി ജനറൽ ബോഡി യോഗം. കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഏറെ ചെയ്യാനാവുമെന്നും അവർക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനം. മണ്ണൂരിൽ വിവിധ പാർട്ടികളിൽ നിന്ന് വിട്ട് DYFIയിലേക്ക് വന്ന 10ഓളം പേർക്ക് സ്വീകരണം നൽകി. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നതാണ് വിദ്യാഭ്യാസമെന്നും വിദ്യാർത്ഥികൾ അനുദിനം സ്വയം പരിഷ്കരിക്കപ്പെടേണ്ടവരാണെന്നും രമേശ് പിഷാരടി MLA. UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപതയുടെ ആഹ്വാനപ്രകാരം കിള്ളിമംഗലം ഇടവകയിൽ പ്രതിഷേധ ദിനം. ക്യാൻസർ രോഗികൾക്ക് സാന്ത്വനമേകി കോട്ടായിൽ അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ കേശദാന ചടങ്ങ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.